സാംസ്കാരിക സംഘടനകൾ വേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് എം.എസ്. അരുൺകുമാർ എം.എൽ.എ. മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗധാര കലാ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയുടെ വാർഷികാഘോഷം പല്ലാരിമംഗലം സർഗധാര നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യം സന്തോഷ സൂചികയിൽ വളരെ പിന്നിലാണെങ്കിലും രാജ്യത്ത് ഇക്കാര്യത്തിൽ കേരളം ഒന്നാമതായി നിൽക്കുന്നത് നിരവധിയായ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്. റോസി എന്ന നടിയെ ഓർമ്മിച്ചാൽ അവർ നേരിടേണ്ടി വന്ന രാഷ്ട്രീയ സാമൂഹിക വിവേചനത്തിൻ്റെ വൈഷമ്യങ്ങൾ മനസ്സിലാകും. കലാപരവും കാരുണ്യപരവുമായ പ്രവർത്തനങ്ങളിലൂടെ സംഘടനകൾ നാടിനെ ഇനിയും ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനം ഇവിടെ നിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനം സന്തോഷ സൂചികയിൽ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെ എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് എന്ന് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ ഒന്നാമതാകാൻ കഴിയുന്നത്? സർഗധാരയെ പോലെയുള്ള നിരവധിയായ സംഘടനകൾ, പ്രവർത്തനങ്ങൾ ഇത്തരം കലാപരമായ, സാംസ്കാരികപരമായ, ചാരിറ്റിപരമായ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട് വ്യത്യസ്തമായ രീതിയിലേക്ക് മുന്നേറിയതിൻ്റെയും ഭാഗമായിട്ടാണ്. നടൻ ശങ്കർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ മുഖ്യാതിഥിയായിരുന്നു. സർഗധാര രക്ഷാധികാരി ഹരിദാസ് പല്ലാരിമംഗലം ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. സർഗധാര സെക്രട്ടറി ക്ലീറ്റസ് യേശുദാസ്, ട്രഷറർ ശ്രീലത ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ നിർമ്മാതാവ് മാവേലിക്കര മധുസൂദനൻ, ഡോക്ടർ കെ മോഹൻകുമാർ, നജീബ് തുടങ്ങിയവരെയും മികച്ച കർഷകരെയും സർഗധാര ആദരിച്ചു. തുടർന്ന് തിരുവാതിര, നൃത്തനൃത്യങ്ങൾ, ഏകാംഗ നാടകം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.